തേങ്ങയായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ തേങ്ങ ചേർത്ത് ഒരുപാട് വേവിക്കാതെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വെക്കുമ്പോൾ മാത്രം ഉപ്പേരി ആയതിനു ശേഷം മാത്രം തേങ്ങ ചേർത്തിളക്കുക. നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു മട്ടരിച്ചോറ്, കായ്ച്ചാറ്, ചൗച്ചൗ, മുട്ട പൊരിച്ചത്. ഇത് കഴിക്കുമ്പോൾ പപ്പായയുടെ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചൗച്ചൗ പൊരിയലാണ്. അപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തോരൻ പറയും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഒരു വീഡിയോയിലോട്ട് പോകും. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചൗച്ചൗ ആണ്. ഇതിനെ ആദ്യം നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. നമ്മള് ഉരുളക്കിഴങ്ങ്, പടവലങ്ങ അതൊക്കെ കളയുന്ന പോലെ തൊലി കളയാം. അപ്പൊ നമ്മൾ ഇതുപോലെ പച്ചക്കറി വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബ് നീറ്റ് ആയിരിക്കും. ഇനിയിപ്പോ പഴയ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മേലെ പേപ്പർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമുക്ക് നേരെ വേസ്റ്റ് ബാസ്കറ്റിൽ കളഞ്ഞാലും മതി. ഇനി നമുക്ക് ഇതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു കുരു ഉണ്ടാവും. അത് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് ഒക്കെ അരിയില്ലേ, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട് പോലെ തന്നെ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. ഒരുപാട് വിറ്റമിൻസ് ഇതിലുണ്ട് കേട്ടോ. നമുക്ക് കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ഇതുപോലെ ഒന്ന് വെച്ച് വെക്കാം. ഇത് ഉപ്പേരി കൂടാതെ നമുക്ക് പരിപ്പ് ഇട്ട് വെക്കാം. പരിപ്പ് പടവലങ്ങയൊക്കെ വെക്കാറില്ലേ, അതുപോലെ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് സാമ്പാറിലും ഇട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ചെറിയ ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടിയിട്ട് കറിവേപ്പില, ഒരു 5-6 ചെറുള്ളി, 4 പച്ചമുളക് ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൗച്ചൗ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പേർക്കുള്ള അളവാണ്. അപ്പൊ ആ ചൗച്ചൗ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ചെറിയ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി സാമ്പാർ വെക്കുമ്പോൾ ഇടാമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, പെട്ടെന്ന് വേവ് കിട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിന്ന് വേവട്ടെ, മൂടി വെക്കാം. ഇന്നത്തെ മുട്ട പൊരിച്ചതും കുറച്ച് സ്പെഷ്യലാണ്. സാധാരണ ചേർക്കുന്ന പോലെ ഉള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മുട്ടയെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങലയാണ്. മുരിങ്ങല നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ പെറുക്കി മറ്റേ അതൊന്നും ചെയ്യാതെ കഴിച്ചോളും. അപ്പൊ ഇതൊന്ന് പൊടിയെ അരിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. സാധനം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം.
പച്ച തേങ്ങയായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ തേങ്ങ ചേർത്ത് ഒരുപാട് വേവിക്കാതെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വെക്കുമ്പോൾ മാത്രം ഉപ്പേരി ആയതിനു ശേഷം മാത്രം തേങ്ങ ചേർത്തിളക്കുക. ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അപ്പൊ അതിങ്ങനെ പൊടിയൽ പോലെ വിട്ടു വിട്ട് നിൽക്കുള്ളൂ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുക. ഈ പാത്രത്തിന്റെ ചൂട് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം അങ്ങനെ വറ്റിപ്പോയിക്കോളും. അപ്പൊ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.